US എയ്ഡ് ഫണ്ട് വിവാദം ഇന്ത്യയിൽ കത്തി നിൽക്കുകയാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന് US എയ്ഡ് ഫണ്ട് നൽകി എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെളിപ്പെടുത്തലോടെയാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. എന്നാൽ ഫണ്ട് അമേരിക്ക കൈമാറിയത് ബംഗ്ലാദേശിനാണെന്നും ഇന്ത്യ വാദിച്ചു. എന്തായാലും വിവാദത്തിലെ ആശങ്ക പങ്കുവച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്തെത്തിയിരിക്കുകയാണ്. ട്രംപിന്റെ പ്രസ്താവനകൾ പരിശോധിക്കുകയാണെന്നും സത്യം പുറത്തു വരുമെന്നും അദ്ദേഹം പറയുന്നു. തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി USAID $21 മില്യൺ നീക്കിവെച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ ഉയർന്ന തോതിൽ ടാക്സ് ഈടാക്കുന്നതിനാൽ കയ്യിൽ നിറയെ പണമുണ്ടാകുമെന്നും അതിനാൽ നൽകി വരുന്ന ഫണ്ടിംഗ് അവസാനിപ്പിക്കുകയായിരുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപ് ഭരണകൂടം പുറത്തുവിട്ട ചില വിവരങ്ങൾ ആശങ്കാജനകമാണ്. ഒരു സർക്കാർ എന്ന നിലയിൽ ട്രംപിന്റെ പ്രസ്താവന പരിശോധിക്കുകയാണ്. വസ്തുതകൾ പുറത്തു വരുമെന്നാണ് തോന്നുന്നതെന്നും ജയശങ്കർ പറയുന്നു. അമേരിക്കയുടെ ചില പ്രവർത്തനങ്ങൾ ദുരുദ്ദേശത്തോടെയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത് ആശങ്കാജനകമാണ്. ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെട്ട ആളുകൾ ആരാണെന്ന് രാജ്യം അറിയണമെന്നും ജയശങ്കർ പറയുന്നു. തെരഞ്ഞെടുപ്പിൽ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി US പണം നൽകിയെന്ന ആരോപണം ട്രംപ് കഴിഞ്ഞ ദിവസം ആവർത്തിച്ചിരുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ പ്രസ്താവനകൾ ഇന്ത്യൻ ഏജൻസികൾ അന്വേഷിക്കുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഈ പ്രസ്താവനകൾ ആഴത്തിൽ അസ്ഥിരപ്പെടുത്തുന്നു. ഇന്ത്യയിലെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ഇടപെടലിനുള്ള ആശങ്കകൾ വഴിയൊരുക്കിയിട്ടുണ്ട് എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ട്രംപിന്റെ ഈ പ്രസ്താവനകൾ ഇന്ത്യയിൽ വിവാദത്തിന് തിരികൊളുത്തുകയും ചെയ്തു. ട്രംപിന്റെ ഈ വെളിപ്പെടുത്തൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് BJPയും കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം കോൺഗ്രസും ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിദേശ ഇടപെടലിനെ അപലപിച്ചിട്ടുണ്ട്. USAID അവകാശവാദങ്ങൾ അന്വേഷിക്കുവാനും എന്തെങ്കിലും തിരിമറി കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുവാനും മോദി സർക്കാർ തയ്യാറാകണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.